ഹായ് ഹലോ ഗായ്സ്, എല്ലാവർക്കും വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഒരുപാട് നാളായി ലോങ് വീഡിയോസൊക്കെ ആയിട്ട് വന്നിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെന്ത് ചെയ്യുക, വീഡിയോ കണ്ട് കമൻ്റ് ഇടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്താണ്, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. ആക്ച്വലി ഇതൊരു ട്രാവലിംഗ് വ്ളോഗാണ്. ട്രാവലിംഗ് വ്ളോഗ് എന്നും പറയാം, ട്രാവലിംഗ് വ്ളോഗ് അല്ല എന്നും പറയാം കേട്ടോ. അപ്പോൾ നമുക്കറിയാം, ഓഗസ്റ്റ് 15-ാം തീയതി നമ്മളെല്ലാവരും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാറുണ്ടല്ലേ. അന്നേ ദിവസം തന്നെയാണ് നമ്മുടെ സ്വർഗാരോപിത മാതാവിൻ്റെ തിരുനാൾ. സ്വർഗാരോപിത മാതാ ഫെറോന ദേവാലയം, വ്ലാട്ടാൻകര മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ പോയ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഈ കാണുന്ന കാഴ്ചകളെല്ലാം തന്നെ നമ്മുടെ ചർച്ചിലോട്ട് പോകും വഴിക്കുള്ള ഷോപ്പുകളും മറ്റ് സാധനങ്ങളൊക്കെ വിൽക്കാനായിട്ട് വരുന്ന കച്ചവടക്കാരുമൊക്കെയാണ് കേട്ടോ. നമ്മൾ ഈ സ്റ്റോറിൽ കയറി ജസ്റ്റ് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. നല്ല വിലക്കുറവായിരുന്നു. എല്ലാ സാധനങ്ങളും നല്ല റേറ്റ് കുറവാണ് കേട്ടോ ഇവിടെ. പിന്നെ വിലക്കുറവ് മാത്രമല്ല, എല്ലാം നല്ല കളക്ഷൻസ് ആയിരുന്നു കേട്ടോ. ഏതെടുത്താലും 20 രൂപ 30 രൂപ അത്രയേ ഉള്ളൂ. ഇതിൻ്റെ വിലയൊക്കെ നല്ല കുറഞ്ഞ വിലയാണ്. പിന്നെ എൻ്റെ ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചു കേട്ടോ. അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫിനെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചു. പിന്നെ ജസ്റ്റ് വീഡിയോസൊക്കെ എടുത്തങ്ങ് നടന്നു. നല്ല കളക്ഷൻസാണ്, നിറയെ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ആ വിലയ്ക്കനുസരിച്ചുള്ള നല്ല സാധനങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്.
ഞങ്ങൾ ആ ഷോപ്പിൽ നിന്നിറങ്ങി ചർച്ചിലോട്ട് പോയി. ചർച്ചിലോട്ട് പോകും വഴിക്കുള്ള കാഴ്ചകളാണ് ഇതൊക്കെ കേട്ടോ. നിറയെ സ്നാക്സും സ്വീറ്റ്സും പിന്നെ എന്താണ് നമ്മുടെ ഫാൻസി ഐറ്റംസും അങ്ങനെയൊക്കെയുള്ള ഷോപ്പുകളായിരുന്നു. അങ്ങനെ ഞങ്ങൾ മെല്ലെ ചർച്ചിലോട്ട് നടന്നു. ചർച്ചിലോട്ട് പോകുന്ന വഴിക്ക് ചർച്ചിന് തൊട്ടടുത്തായിട്ട് കേട്ടോ ഒരു കോവിലുണ്ട്, ഒരു അമ്പലമുണ്ട്. അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ് ചർച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചർച്ചിലെത്തി. ഇതാണ് ചർച്ചിൻ്റെ മുൻവാതിൽ കേട്ടോ. മുൻവാതിലെന്ന് പറഞ്ഞാൽ നമ്മൾ കയറി ചെല്ലത്തില്ലേ, ആ പ്ലേസാണിത്. വലിയ ചർച്ചാണ്, ഒരു ഫെറോന ദേവാലയമാണ്. കണ്ടോ, ഈ കാണുന്നതാണ് ചർച്ച്. ഞങ്ങൾ എല്ലാ വർഷവും ഇവിടെ വരാറുണ്ട് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്താണ് ഈ ചർച്ചുള്ളത്. ഞങ്ങളെ വീട്ടിൽ നിന്ന് ഒരല്പ ദൂരമേ ഉള്ളൂ വരാനായിട്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം എല്ലാ ദിവസവും ഞങ്ങളിവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ വർഷം തിരുനാൾ തുടങ്ങി തീരുന്നത് വരെയും ഞങ്ങൾക്കിവിടെ വരാൻ സാധിച്ചു. എന്നാൽ ഈ തവണ അങ്ങനെ വരാൻ പറ്റിയില്ല. ഞങ്ങൾ ലാസ്റ്റ് ദിവസം 15-ാം തീയതി മാത്രമേ പോയിട്ടുള്ളൂ. അപ്പോൾ അത് ആ കാണുന്ന ആർച്ച് കണ്ടോ, അതിനകത്ത് വെച്ചാണ് ധ്യാനമൊക്കെ നടക്കുന്നത്. പിന്നെ ഇതൊക്കെ ചർച്ചിന് വെളിയിലുള്ള കാഴ്ചകളാണ്. നല്ല തിരക്കായിരുന്നു കേട്ടോ. പിന്നെ തിരുനാൾ തുടങ്ങുന്ന ദിവസം തൊട്ട് വരാൻ സാധിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് ദിവസമാകുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീലായിരിക്കും കേട്ടോ. ഒരു എന്താ പറയുക, കഴിഞ്ഞ വർഷം വന്നതുകൊണ്ടറിയാം ഒരു നല്ല ഫീലാണ്. നമുക്ക് അത്രത്തോളം ഭക്തി ഉണ്ടായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും നമ്മൾ ധ്യാനമൊക്കെ കൂടി എല്ലാ ദിവസവും വന്നു. വൈകുന്നേരം സമയങ്ങളിൽ ഞങ്ങൾ ഇവിടെയാണ് കേട്ടോ സ്പെൻഡ് ചെയ്തത്. ആ ഒരു ആഴ്ചത്തോളം എന്ന് വെച്ചാൽ ഏകദേശം 10 ദിവസത്തോളം ഉണ്ടായിരുന്നു. അപ്പോൾ അത്ര ദിവസവും ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ ഇവിടെയായിരുന്നു കേട്ടോ. എൻ്റെ കുഞ്ഞുനാൾ തൊട്ട് ഞാൻ കേട്ടിട്ടുള്ളതും വന്നിട്ടുള്ളതുമായ ചർച്ചാണ് കേട്ടോ ഈ ചർച്ച്. എൻ്റെ ചർച്ചിൻ്റെ ഫെറോന ദേവാലയം ഈ ചർച്ചാണ്.
ഇതൊന്നിറങ്ങി. പിന്നെ എല്ലാ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ചർച്ചിനടുത്ത് പോയിട്ട് വീഡിയോസൊക്കെ അധികം എടുത്തിട്ടില്ല. പിന്നെ അവിടെ നിന്നിറങ്ങി ഞങ്ങൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ചർച്ചിൻ്റെ തൊട്ടപ്പുറത്തെ സൈഡ് ഒരു ഷോപ്പുണ്ട് കേട്ടോ. ഷോപ്പെന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതിൻ്റെ കോമ്പൗണ്ടാണ്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഐസ്ക്രീം കുടിച്ചു. ഐസ്ക്രീം നല്ല ലാഭമാണ് കേട്ടോ. 3 ഫ്ലേവർ 30 രൂപയുള്ളൂ. അങ്ങനെ നമ്മൾ 2 എണ്ണം വാങ്ങിച്ചു കേട്ടോ. 2 എണ്ണം വാങ്ങിച്ച് നമ്മൾ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് കോളിഫ്ലവർ ഫ്രൈ വാങ്ങിച്ചു കേട്ടോ. പക്ഷേ സത്യം പറയല്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു. സാധാരണ ഇങ്ങനെ നമ്മൾ വാങ്ങിക്കുമ്പോൾ ചിലത് നേരത്തെ അവർ ഫ്രൈ ചെയ്ത് വച്ചിരിക്കുന്നതായിരിക്കും കേട്ടോ. ഇത് നല്ല സൂപ്പറായിരുന്നു, ക്രിസ്പി ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ അത് കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. പിന്നെ ഇതൊക്കെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ പണ്ടത്തെ മിഠായികളാണ് കേട്ടോ. ഞാൻ കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതുപോലുള്ള മിഠായിയൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. പുളി മിഠായി, പിന്നെ തേൻ മിഠായി, ഇഞ്ചി മിഠായി, നാരങ്ങ മിഠായി, ഗ്യാസ് മിഠായി, അങ്ങനെയൊക്കെ. ഇതൊന്നും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കാണാനായിട്ടില്ല കേട്ടോ. അപ്പോൾ അത് കണ്ടു, പക്ഷേ ഒന്നും വാങ്ങിച്ചില്ല. എല്ലാം കണ്ടതേ ഉള്ളൂ കേട്ടോ. ഇതൊന്നും വാങ്ങിച്ചില്ല എന്നുണ്ടെങ്കിലും കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ലേ. അങ്ങനെ അതൊക്കെ കണ്ടു. എല്ലാതരം മിഠായികളും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ചർച്ചിൽ നിന്നും തിരിച്ചു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ? ചർച്ചിലുള്ള എല്ലാ ദൃശ്യങ്ങളും എടുക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല. കാരണം ചർച്ചിൽ അങ്ങനെ അധികം ഫോൺ ഉപയോഗിച്ചൂടല്ലോ. എന്നാലും പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ ലോങ് വീഡിയോസ് കാണുന്നവർക്ക് അറിയാം. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ഞാൻ ആദ്യം കാണുന്നത് അവിടുത്തെ കാഴ്ചകളാണ്. അവിടുത്തെ കാഴ്ചകൾ കണ്ട് ഞാൻ ആസ്വദിച്ചതിന് ശേഷം മാത്രമേ ഞാൻ വീഡിയോസ് എടുക്കാറുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ അതിൽ പല കുറവുകളും കാണും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവരോടും ഒത്തിരി സ്നേഹം. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ ബൈ.